ഫ്രണ്ട്സ്, വെൽക്കം ടു പെറ്റൽ ആൻഡ് ലീഫ്. നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയെ കുറിച്ചാണല്ലോ പറഞ്ഞത്. അപ്പൊ അതിന്റെ തൈ ഉണ്ടാക്കുന്ന വിധം അല്ലെങ്കിൽ കമ്പ് നടുന്ന വിധം നോക്കിക്കേ. നമ്മൾ കമ്പ് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും കായ്കൾ വന്ന കമ്പായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യുന്നത്. കണ്ടോ, ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കാ വന്ന് നമ്മൾ വെട്ടിയെടുത്ത ഭാഗമാണ്. അപ്പൊ കായ്കൾ വന്ന മുറ്റിയ കമ്പുകൾ നട്ടാൽ നമുക്ക് 1 വർഷം കൊണ്ട് തന്നെ നമുക്കും കായ്കൾ കിട്ടും. അപ്പൊ ഇതിന് നമ്മൾ നടുന്ന സമയത്ത് കണ്ടോ, താഴെ ബോട്ടവും ടോപ്പും തിരിഞ്ഞു പോകുന്നത്. ഇതിനിപ്പോൾ കുഴപ്പമില്ല, നമ്മൾ വെട്ടിക്കൊണ്ടൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ആയിരിക്കുമല്ലോ വെട്ടുന്നത്. ഇതിനൊരു പ്രശ്നമുള്ളത് കണ്ടോ, എവിടെ എല്ലാം വേര് വരാമോ അവിടെ എല്ലാം വേര് വരും. വേര് വന്ന് നമ്മൾ വെട്ടിയിട്ട് ഇത് കൊണ്ട് നടാൻ നേരത്ത് ഇങ്ങനെ തിരിച്ച് നട്ട് കളയരുത്. അതാണ് ഇതിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമുക്ക് ഏകദേശം ഇത്രയും മതി. ഇത് ഞാൻ വെട്ടിയെടുക്കുകയാണ് ഒരെണ്ണം. ഇത് 2ആയിട്ട് നമുക്ക് നടാം. അപ്പം ഇങ്ങനെ കൊണ്ടുവരുമ്പോഴാണ് അതിൻ്റെ തലയും ചോടും ഒക്കെ മാറിപ്പോകുന്നത്. ഇങ്ങനെ വെട്ടിയതിന് ശേഷം ഇവിടുത്തെ കുറച്ച് ഫ്ലഷ് നമുക്ക് ഇങ്ങനെ അങ്ങ് വെട്ടിക്കളയാം. വെട്ടിയിട്ട് കുറച്ച് ഫ്ലഷ് വിട്ട് ഇതേപോലെ നമ്മളങ്ങ് ചുവടൊന്ന് മാറ്റി വെച്ചു കൊടുത്താൽ മതി. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത്, ഇതുപോലെ മുറ്റാത്ത തീരെ ചെറിയ കമ്പുകളും താഴെ വീണ് കിടന്നാൽ പോലും അത് മുളച്ചു വരും. അങ്ങനെ മുളച്ചു വരുന്ന തൈകള് കായ്കളൊക്കെ കിട്ടാൻ കായ്ക്കില്ല. കായ്കളൊക്കെ കിട്ടാൻ വലിയ പ്രയാസമാണ്. നമുക്കിത് 2ആയിട്ട് നടാം. കണ്ടോ, അടുത്തത് ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ നമ്മൾ ഒടിച്ച് കുത്തി കഴിഞ്ഞാൽ ഇത് കിളിച്ച് വരും. ഇത് വേറെ ചട്ടിയിലോട്ടൊന്നും മാറ്റി നടണ്ട. ഇങ്ങനെ തന്നെ അതോ അവിടെ കണ്ടോ, കുഞ്ഞു ചട്ടികളിലാണ് ഇരിക്കുന്നത്. അങ്ങനെ അങ്ങ് താഴോട്ട് വെച്ചു കൊടുത്താൽ മതി. അതിന്റെ വേര് പരിസരത്തെല്ലാം അതിന് ഇഷ്ടം അനുസരിച്ച് വേര് പോയി അതങ്ങ് വളർന്നോളും. നമ്മൾ വലിയ ഡ്രമ്മിലും ഒന്നും ആക്കേണ്ട കാര്യമില്ല. അപ്പൊ ഡ്രാഗൺ ഫ്രൂട്ട് കമ്പ് നടുമ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നല്ല മുറ്റിയ കമ്പായിരിക്കണം നമ്മൾ എടുക്കുന്നത്. കഴിവതും ഫ്രൂട്ട് വെട്ടിയെടുത്ത കമ്പ് തന്നെ ആയിരിക്കണം എടുക്കേണ്ടുന്നത്. അതിൻ്റെ ചുവടും തലപ്പും തിരിഞ്ഞു പോകാതെ തന്നെ നടണം. തലപ്പിലൊക്കെ വേര് കാണും, പക്ഷെ ആ വേരുള്ളത് ചൂടാണെന്ന് വിചാരിക്കരുത്. വെള്ളം കെട്ടി നിൽക്കാത്ത ഒരു സ്ഥലത്ത് ആദ്യം തണലത്ത് വെച്ച് കിളിർപ്പിച്ചതിന് ശേഷം വെയിലത്തോട്ട് മാറ്റി നടുക.